എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടവും ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സൊക്കെ തരുന്ന ഒരു സ്പെഷ്യൽ പലഹാരമാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മറ്റൊരു പലഹാരവുമല്ല, നമ്മുടെ സ്വന്തം ഇലയട. ഇലയട ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരം തന്നെയല്ലേ അല്ലേ? ഞാനിന്നിവിടെ ഇലയട ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കെങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇത് ആവിയിൽ വേവിച്ചെടുത്ത പലഹാരമാണല്ലോ, അതിൻ്റെ ഗുണമൊന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? അതിനാദ്യം തന്നെ ഞാൻ കുറച്ച് വാഴയില എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്, തീയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇല. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുണ്ട്, കുറച്ച് ഏലക്കാപ്പൊടിയും ഇതിൽ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴമോ ചെറുപഴമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരപ്പാനിയിൽ ഏലക്കാപ്പൊടിയും കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഐറ്റം തന്നെ വെച്ചിട്ട് ഞാൻ ഇന്നാളൊരു ഓയിലീച്ച മുട്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇത് കുറച്ചധികം നേരം ഒന്ന് കുറുക്കി എടുത്തിട്ട് ഞാൻ ഓയിലീച്ച മുട്ടായി തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അതും നമ്മൾ മലയാളികൾക്ക് മറക്കാനാവാത്തൊരു ടേസ്റ്റ് തന്നെയാണല്ലോ. ഇലയുടെയൊക്കെ ഉള്ളിൽ ഫില്ലിങ് ആണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇല ഓരോന്നായിട്ട് വാട്ടിയെടുത്ത ഇല ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരുപോലെ നിരത്തി വയ്ക്കാം. എന്നിട്ട് ഞാനിതിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ അടയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കിയത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മാവ് ഇത് പച്ചരി കൊണ്ടാണ് തയ്യാറാക്കിയത്. പച്ചരി ആദ്യം ഒരു അരമണിക്കൂർ പുതർത്തതിന് ശേഷം പൊടിച്ചെടുത്തു. പിന്നീട് അതിൻ്റെ കൂടെ കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെയാണ് തയ്യാറാക്കിയത്. അടയ്ക്ക് വേണ്ട മാവ് ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ഇലയിലായിട്ട് ഒഴിച്ചു കൊടുക്കാമേ. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയേ, ഞങ്ങളിവിടെ ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി, അതുപോലെ ഇലയട, പിന്നെ എന്തെങ്കിലും 4 മണി പലഹാരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒറ്റയ്ക്കല്ല ചെയ്യാറ്, നമ്മൾ എല്ലാവരും കൂടിയാണ് ചെയ്യാറ്. ഇന്നിവിടെ ഏട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു മടുപ്പുണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചില ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ചെറിയ ചെറിയ സഹായങ്ങൾ മോനും മോളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയുടെ മാവ് ആദ്യം ഒഴിച്ചു. അതിന് ഒരു സൈഡിലായിട്ടാണ് ഞാനിവിടെ ഫില്ലിങ് വേണ്ട സാധനങ്ങൾ, അതായത് നമ്മൾ വെല്ലം തേങ്ങ കൂട്ടിയിട്ട് പാവാക്കിയത് ഇതിൻ്റെ സൈഡിലാണ് വെച്ച് കൊടുത്തത്. ഇനി നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ മടക്കിയതൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഏട്ടൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് മടക്കേണ്ടത്. ഇലയുടെയൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലാണ് നമ്മൾ മടക്കിയെടുക്കാറല്ലേ. അത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് അടയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും ആക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി കുറച്ച് ഉപ്പിട്ടിട്ട് കുഴച്ചിട്ട് ഗോതമ്പ് പൊടിയിലും അതുപോലെ ഫില്ലിങ് വെച്ചിട്ട് പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഗോതമ്പടയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏട്ടനിവിടെ മടക്കി ഈ രൂപത്തിലാണ് മടക്കേണ്ട, ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇതിനു വേണ്ടി മടക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഇലകളും അടയ്ക്ക് വേണ്ടിയിട്ട് മടക്കി റെഡിയാക്കി വെച്ചു. അടുപ്പിലാണ് ഇന്ന് ഇലയുടെ തയ്യാറാക്കുന്നത്. അടുപ്പ് നന്നായി കത്തിച്ചിട്ട് അതിൽ ഇഡ്ഡലിപ്പാത്രം വെച്ചു. ഇഡ്ഡലിപ്പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ അടുപ്പ് കത്തിച്ചിട്ട് വലിയ ഇഡ്ഡലിപ്പാത്രത്തിലാണ് ഇങ്ങനെ ആവിക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, സോഫ്റ്റാണ്. ഗോതമ്പ് ഇലയുടെയും അരി കൊണ്ടുള്ള ഇലയുടെയും രണ്ടും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇലയുടെ ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.